തമിഴ്നാട്ടിലെ കൂലിപ്പണിക്കാർക്ക് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരെക്കാൾ ശമ്പളമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ? എനിക്കും വിശ്വസിക്കാൻ സാധിക്കില്ലായിരുന്നു. തമിഴ്നാടിനെ കുറിച്ചുള്ള ഒരുപാട് മുൻധാരണകൾ മാറുമെന്നറിയാതെയാണ് ഞാൻ എന്റെ യാത്ര തുടങ്ങിയത്. രാവിലെ നീതു വീട്ടിൽ പോയി. ഭാര്യ സ്വന്തം വീട്ടിൽ പോയ തക്കം നോക്കി ഞാൻ ബൈക്കുമെടുത്തിറങ്ങി. തമിഴ്നാട്ടിലേക്കാണ് യാത്ര. രാവിലെ 10:30 ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയത്. മഴ കുറയാൻ നോക്കി നിന്നാൽ യാത്ര മുടങ്ങുന്നതുകൊണ്ട് തന്നെ മഴയത്താണ് ഇറങ്ങിയിട്ടുള്ളത്. മുണ്ടക്കയും കുട്ടിക്കാനും കുമളി വഴി തമിഴ്നാട് കയറാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മഴയുള്ളത് കൊണ്ടാവാം ഹൈറേഞ്ച് കയറ്റം തുടങ്ങിയപ്പോൾ തന്നെ നല്ലതുപോലെ കോട കണ്ടു തുടങ്ങി. വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിന്റെ ശക്തി കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം ശക്തമായ മഴയാണ് പെയ്യുന്നതെന്നുള്ളത്. 1 മണി അടുക്കാറായപ്പോഴേക്കും കുമളിയിലെത്തി. കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു ചെറിയ സിറ്റിയാണ് കുമളി. ഇക്കാണുന്നത് കേരള തമിഴ്നാട് അതിർത്തിയാണ്. അക്കാണുന്ന ചെക്ക് പോസ്റ്റിനപ്പുറം തമിഴ്നാടാണ്. കുമളിയിലും നല്ലതുപോലെ മഴ പെയ്യുന്നുണ്ട്. എന്നാൽ പൊതുവെ ഈ മഴ കുമളി വരെ മാത്രമേ കാണാറുള്ളൂ. തമിഴ്നാട്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ മഴയൊന്നും ഉണ്ടാവില്ല. മഴയ്ക്കും അറിയാമെന്ന് തോന്നുന്നു കേരള തമിഴ്നാട് അതിർത്തി ഏതാണെന്നുള്ള കാര്യം. തമിഴ്നാട്ടിലേക്ക് കയറി അല്പദൂരം ചെന്നപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാനായി വണ്ടി അല്പനേരം നിർത്തിയതാണ്. കൃത്യമായി പറഞ്ഞാൽ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളുടെ അടുത്താണ് വണ്ടി നിർത്തിയത്. ഇക്കാണുന്ന ഭീമൻ പൈപ്പുകളിലൂടെയാണ് തമിഴ്നാട് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്നത്. പെൻസ്റ്റോക്ക് പൈപ്പും കണ്ടു നിന്നപ്പോഴാണ് അടുത്തൊരു ആക്സിഡന്റ് നടന്നതായി കണ്ടത്. ആക്സിഡന്റ് നടന്നിട്ട് അധിക നേരമായിട്ടില്ല. പുതിയ ലോറിയുടെ ചേസും ചെറിയൊരു ട്രക്കുമായി കൂട്ടിമുട്ടിയതാണ്. ആർക്കും ഒരു പോറൽ പോലുമില്ല. അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം ഞാൻ എന്റെ യാത്ര തുടർന്നു. തമിഴ്നാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ടെറൈൻ പൂർണ്ണമായും അങ്ങ് മാറും. നിരപ്പായ പ്രദേശങ്ങളാണ് പിന്നെയുള്ളത്. കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെ നേർരേഖ പോലെ കിടക്കുന്ന റോഡുകൾ. അല്പം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്ക് കയറിയതോടെ മഴയെല്ലാം മാറിയിരിക്കുന്നു. ഗൂഡല്ലൂർ അടുക്കാറായപ്പോഴേക്കും മുന്തിരിപ്പാടങ്ങൾ കണ്ടു തുടങ്ങി. ഇക്കാണുന്നത് ഒരു മുന്തിരിത്തോട്ടമാണ്. മുന്തിരി കാഴ്ച കിടപ്പുണ്ടെങ്കിലും വിളഞ്ഞിട്ടില്ല. പ്രധാന ഹൈവേയുടെ സൈഡിലാണ് ഈ കാഴ്ച കാണുന്നതെന്ന് പറഞ്ഞാൽ പല മലയാളികൾക്കും ഒരുപക്ഷെ വിശ്വസിക്കാൻ സാധിച്ചെന്ന് വരില്ല. ഇവിടെ ഇങ്ങനെയാണ്. ഗൂഡല്ലൂർ കമ്പഭാഗങ്ങളിൽ ധാരാളം മുന്തിരിത്തോട്ടങ്ങളുണ്ട്. ഗൂഡല്ലൂർ കഴിഞ്ഞതോടെ സന്ദർശനാനുമതിയുള്ള ഒരു മുന്തിരിത്തോട്ടത്തിന്റെ സൈഡിൽ വണ്ടി ഒതുക്കി. ജൈനീസ് ഗ്രേപ്സ് എന്ന് പറയുന്ന ഒരു ഫാമിന്റെ ഫ്രണ്ടിലാണ് വണ്ടി ഒതുക്കിയത്. ഫാമിനോട് ചേർന്ന് തന്നെ ഒരു ഹോട്ടലും ബേക്കറിയും ഉണ്ട്. ഹോട്ടലിന്റെ സൈഡിലൂടെ കിടക്കുന്ന വഴിയിലൂടെയാണ് ഫാമിലേക്ക് പോകുന്നത്. ഈ ഫാമിൽ സൗജന്യമായി ആർക്ക് വേണമെങ്കിലും കയറാം. മുന്തിരിപ്പാടത്തെ കാഴ്ചകൾ ആസ്വദിക്കാം. മുന്തിരികൾ കാഴ്ച കിടക്കുന്ന തോട്ടത്തിന് നടുവിലൂടെയാണ് ഫാമിലേക്കുള്ള പ്രവേശനം. മുന്തിരികൾ വിളഞ്ഞു കിടക്കുന്ന ഫാമിന്റെ ഒരു ഭാഗത്തെത്തി. ഉള്ളിലേക്ക് കയറുന്നിടത്ത് തന്നെ മുന്തിരി പറിക്കരുതെന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. മുന്തിരികളെല്ലാം വിളഞ്ഞ് പാകമായി കിടക്കുന്നു. ഒരു വശത്ത് ഫാമിൽ നിന്നും പറിച്ചിട്ടുള്ള മുന്തിരികളുടെ കച്ചവടവുമുണ്ട്. 1 കിലോ മുന്തിരിക്ക് ഇവിടെ 100 രൂപയാണ് വില. മുന്തിരിയുടെ കച്ചവടം മാത്രമല്ല ഇവിടെയുള്ളത്. വൈനും ജ്യൂസും എല്ലാം വാങ്ങാൻ സാധിക്കും. വൈൻ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാനും സാധിക്കും. ഒരു ഗ്ലാസ് വൈനിന് 100 രൂപയാണ് വില. ഫാം സന്ദർശിക്കുന്നവർക്കായി ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഫാമിൽ നിന്നുള്ള ഫോട്ടോ എടുത്തു കൊടുക്കുന്നതിനുള്ള ഓപ്ഷനും ഉണ്ട്. ഒരു ഫാമിൽ തന്നെ എന്തെല്ലാം ബിസിനസ് ആശയങ്ങളാണ് ഇവർ നടപ്പാക്കിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും ഇതെല്ലാം സാധ്യമാണ്. മുന്തിരിപ്പാടത്തെ കാഴ്ചകളും കണ്ട് പുറത്തിറങ്ങിയപ്പോഴാണ് മറ്റൊരു കാഴ്ച കണ്ടത്. മുന്തിരിപ്പാടം കാണാൻ വരുന്നവരുടെ കുട്ടികൾക്കായി ചെറിയൊരു പാർക്കും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവയെല്ലാം സൗജന്യമായിട്ടാണ് ഇവിടെ ലഭിക്കുന്നത്. ഫാമിന്റെ യഥാർത്ഥ വരുമാന മാർഗം ഫാം സന്ദർശിക്കാൻ വരുന്നവർ വാങ്ങുന്ന മുന്തിരിയും വൈനുകളും കൂടാതെ ഈ റെസ്റ്റോറന്റും ബേക്കറിയുമാണെന്ന് തോന്നുന്നു. എന്നാൽ ഇവയൊന്നും വാങ്ങണമെന്ന് നിർബന്ധവുമില്ല. ആർക്ക് വേണമെങ്കിലും വന്ന് കണ്ടുപോകാം. എത്ര മനോഹരമായ ബിസിനസ് ആശയവും അതെത്ര മികച്ച രീതിയിലാണ് നടപ്പാക്കുന്നതുമല്ലേ. മുന്തിരിത്തോട്ടവും കണ്ട് യാത്ര തുടർന്നപ്പോൾ കുറച്ച് കുട്ടികൾ എന്നെ പിടിച്ചു നിർത്തി. സംഭവം മറ്റൊന്നുമല്ല, ബൈക്കിലിരുന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം. കുട്ടികളുടെ ആഗ്രഹമല്ലേ, എന്നാ പിന്നെ നടക്കട്ടെ എന്ന് ഞാനും കരുതി. എല്ലാവരും ഫോട്ടോസ് എല്ലാം എടുത്ത് ബൈക്ക് വിട്ടു തന്നു. അല്പദൂരം കൂടി പോയപ്പോൾ കണ്ട കാഴ്ചയാണ് കാളവണ്ടിയും തളിച്ചു വരുന്ന ഒരു അപ്പൂപ്പൻ. മനോഹരമായ ഗ്രാമീണ കാഴ്ചകൾ. കൃഷിയിടങ്ങളുടെയും ഗ്രാമീണ കാഴ്ചകളുടെയും ഭംഗി ആസ്വദിച്ച ഞാൻ മുൻപോട്ട് തന്നെ. തമിഴ്നാട്ടിൽ അധികം മഴ ലഭിക്കാറില്ലെങ്കിലും ഇവിടുത്തെ നീർച്ചാലുകളും പുഴകളും തോടുകളും എല്ലാം നിറഞ്ഞു തന്നെയാണ് ഒഴുകുന്നത്. ഇവിടങ്ങളിലെ വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം വളരെ മികച്ചതാണെന്ന് തോന്നുന്നു. ഹൈവേയിലൂടെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കൃഷിപ്പാടത്ത് മയിൽ നിൽക്കുന്നതായി കണ്ടത്. ആൺമയിലാണ്. അടുത്ത് പോയി ഒരു ഫോട്ടോ എടുക്കാമെന്ന് കരുതി പാടത്തേക്ക് ഇറങ്ങി. പാടവരമ്പത്തൂടി മയിലിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ മയിൽ വാഴത്തോട്ടത്തിലേക്ക് കയറി. വാഴത്തോട്ടത്തിലൊന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് കണ്ടത് ധാരാളം മയിലുകളുണ്ട്. പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ കൃഷിയിടത്തിന്റെ ഉടമസ്ഥനിൽ നിന്നും ചീത്ത കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും കൂടുതൽ അടുത്തേക്ക് പോയില്ല. സമയം 3:30 ആയിരിക്കുന്നു. ഉച്ചഭക്ഷണം ഇതുവരെ കഴിച്ചിട്ടില്ല. തേനിക്കടുത്തുള്ള ഒരു റെസ്റ്റോറന്റിൽ കയറി മട്ടൻ ബിരിയാണിക്ക് ഓർഡർ നൽകി. ഇവിടെ മട്ടൻ ബിരിയാണിക്ക് വില നന്നായി കുറവാണ്. 240 രൂപയാണ് മട്ടൻ ബിരിയാണിക്കായിട്ടുള്ളത്. നല്ല രുചികരമായ ബിരിയാണി ആയിരുന്നു. ഭക്ഷണവും കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് അടുത്തുള്ള വീടിന്റെ മുകളിൽ ഒരു കാഴ്ച കണ്ടത്. ഒരു ബൈക്ക് എടുത്ത് വീടിന്റെ മുകളിൽ ഷോയ്ക്ക് വെച്ചിരിക്കുന്നു. എന്താ അല്ലേ. തേനി കഴിഞ്ഞപ്പോഴേക്കും പണിതുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ സൈഡിലായി കുറച്ച് തൊഴിലാളികൾ നിന്ന് പണിയുന്നത് കണ്ടു. ഒരു കൗതുകം തോന്നി. ഇപ്പോൾ തമിഴ്നാട്ടിലെ കൂലി എത്രയാണെന്നൊന്ന് അറിയണം. നേരെ തൊഴിലാളികളുടെ അടുത്തേക്ക് ചെന്നു. വെൽഡിംഗ് വർക്കാണ് നടക്കുന്നത്. ഒരാൾക്ക് ഇപ്പോഴുള്ള കൂലി എത്രയാണെന്ന് ചോദിച്ചു. 1300
ഞെട്ടിച്ചു കളഞ്ഞ മറുപടിയായിരുന്നു എനിക്ക് കിട്ടിയത്. പ്രധാന വെൽഡർക്ക് 1300 രൂപയാണ് ഒരു ദിവസത്തെ കൂലി ഇപ്പോൾ. അതായത് ഒരു മാസത്തിൽ 25 ദിവസം പണിയുണ്ടെങ്കിൽ 32,500 രൂപ ഒരു മാസത്തെ കൂലി. ഹെൽപ്പറിനാണെങ്കിൽ 1000 രൂപ ഒരു ദിവസ കൂലി. ഒരു മാസം 25,000 രൂപ കൂലി. നമ്മുടെ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും ഒരു മാസം ഇത്രയും വരുമാനമുണ്ടെന്ന് തോന്നുന്നില്ല. ട്രാക്ടറുകൾ വിൽക്കുന്ന ഒരു ഷോറൂമിന് മുമ്പിലെത്തിയപ്പോൾ വണ്ടി സൈഡാക്കി. പുതിയൊരു കൊച്ചു ട്രാക്ടർ ഡെലിവറി എടുക്കുന്നത് കണ്ടുകൊണ്ടാണ് വണ്ടി സൈഡാക്കിയത്. കൃഷിക്ക് ഉപയോഗിക്കുന്ന വളരെ ചെറിയൊരു ട്രാക്ടറാണിത്. 2,20,000 രൂപയാണ് ഇതിന്റെ വിലയായി പറഞ്ഞത്. എന്തായാലും കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അല്പം കൂടി മുമ്പോട്ട് പോയപ്പോൾ ഫാമിൽ നിന്ന് നേരിട്ട് പറിച്ച് കോളിഫ്ലവർ വിൽക്കുന്നത് കണ്ടു. കൗതുകം കൊണ്ട് വില അറിയാനായി വണ്ടി നിർത്തി. 3 പൂവിന് 50 രൂപയെന്നാണ് പറഞ്ഞത്. അതായത് 3 കോളിഫ്ലവറിന് 50 രൂപ. തമിഴ്നാട്ടിലെ ഷെയർ ഓട്ടോ യാത്രകൾ കാണുന്നത് കൗതുകമാണ്. എവിടെയൊക്കെ ആൾക്കാരെ കൊള്ളിക്കാമോ അവിടെയെല്ലാം ആൾക്കാരെ കൊള്ളിച്ചാണ് ഇവർ യാത്ര നടത്തുന്നത്. ഒരുപക്ഷെ ഒരു ട്രാവലറിൽ കൊള്ളാവുന്ന അത്രയും ആൾക്കാരെ കൊള്ളിച്ചാണ് ഇവർ ഓട്ടോയിൽ സർവീസ് നടത്തുന്നതെന്ന് എനിക്ക് തോന്നി. ആണ്ടിപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വണ്ടി അല്പനേരം വിശ്രമത്തിനായി നിർത്തി. അപ്പോഴാണ് അടുത്ത പാടത്ത് ഒരു കർഷകൻ നിൽക്കുന്നത് കണ്ടത്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. കൃഷിയുടെ വിശദാംശങ്ങൾ അറിയുക തന്നെ ഉദ്ദേശം. ഇദ്ദേഹത്തിന് ഇവിടെ ചോളകൃഷിയാണുള്ളത്. 100 കിലോ ചോളം വിറ്റാൽ ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് 2000 രൂപയാണ്. കൂടാതെ കത്രിക്ക കൃഷിയുമുണ്ട്. കിലോയ്ക്ക് 10 മുതൽ 15 രൂപ വരെയാണ് കത്രിക്കയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്ന വില. കൗതുകം കൊണ്ട് ഇപ്പോൾ ഇവിടെ സ്ഥലത്തിന് എന്ത് വിലയുണ്ടെന്ന് ചോദിച്ചു. കൊച്ചിൻ മധുര ദേശീയപാതയുടെ സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഹൈവേയുടെ സൈഡിൽ 1 സെന്റ് സ്ഥലത്തിന് 2 ലക്ഷം രൂപയാണ് വില. ഉള്ളിലേക്ക് പോകുന്തോറും വില കുറയുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കർഷകനോട് യാത്രയും പറഞ്ഞ് എന്റെ യാത്ര തുടർന്നു. വഴിയിൽ കൗതുകം നിറഞ്ഞ ഒരു പോസ്റ്റർ കണ്ടുകൊണ്ടാണ് വണ്ടി നിർത്തിയത്. പോസ്റ്റർ അല്ല, വലിയ ഫ്ലെക്സിന്റെ ബോർഡ് തന്നെയുണ്ട്. അതിലെ വന്ന കുട്ടിയോട് കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. ഈ ഫ്ലെക്സിൽ കാണുന്ന കുട്ടിയുടെ കാതുകുത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും വെച്ചിരിക്കുന്ന ബാനറുകളാണ്. ഇവിടെ ഇങ്ങനെയാണ് കല്യാണത്തിനും പിറന്നാളിനും എല്ലാം ഇങ്ങനെ ആശംസകൾ അറിയിച്ച് ഫ്ലെക്സുകൾ സ്ഥാപിക്കും. ഓരോരോ നാട് വ്യത്യസ്തമായ രീതികൾ, അല്ലാതെന്തു പറയാൻ. വൈകുന്നേരത്തോടുകൂടി ഞാൻ മധുരയിലെത്തി. നേരം സന്ധ്യ ആയതുകൊണ്ട് തന്നെ ഇന്ന് മധുരയിൽ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. മധുരയിലെ മീനാക്ഷി ക്ഷേത്രത്തിനടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ റൂം എടുത്തു. തരക്കേടില്ലാത്ത റൂമാണ്. 1500 രൂപയാണ് വാടകയായി വന്നിട്ടുള്ളത്. ഇനി നാളെ രാവിലെ തന്നെ എന്റെ യാത്ര തുടരണം.